ബഹുമാനപ്പെട്ട തൃപ്പനിച്ചി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. മഹാനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മഹാവലിയല്ലേ ബഹുമാനപ്പെട്ടവർ. അള്ളാഹു ആ മഹാൻ്റെ പേര് പറഞ്ഞതിൽ അള്ളാഹു നമ്മളെ നന്നാക്കി തീരുമാറാവട്ടെ. ഒരാളിൽ നിന്ന് നേരിട്ട് കേട്ട ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി ഇവർ പോയി. അങ്ങനെ നേരിട്ട് കണ്ടു. ബഹുമാനപ്പെട്ടവർ പള്ളിയിലായിരുന്നു. അങ്ങനെ ഉസ്താദിനെ കണ്ടു. അവർക്ക് ആ ഭാഗ്യം കിട്ടി. അവരോട് ഇങ്ങനെ കുറച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കാർ എവിടെ നിർത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചത്രേ. ഉസ്താദ് അവരോട് കാറ് എവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ഇവർ കാറിലാണെന്ന് വന്നിരിക്കുന്നത് എങ്ങനെ മനസ്സിലായത് ഉസ്താദിന്? ഉസ്താദിൻ്റെ കറാമത്താണ്. അപ്പോൾ ഈ ആളുകളിൽ നിന്നും ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഇങ്ങനെ എല്ലാ ജനങ്ങളുടെ ഇടയിലും അങ്ങനെ കാര്യമായിട്ട് ഇറങ്ങി നടക്കില്ല. യഥാർത്ഥ സൂഫി വീരന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കവലകൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും കാര്യമായിട്ട് അവരെ കാണപ്പെടില്ല. എങ്കിലും നമുക്ക് കാണാം. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. ചില ഘട്ടങ്ങളിലൊക്കെ കാണാമെങ്കിലും നമുക്ക് സജീവമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ചില ആളുകളൊക്കെ എല്ലാ ഭാഗങ്ങളിലും അള്ളാൻ്റെ ഔലിയാക്കളുണ്ടാകും. പക്ഷേ ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ വലിയകൾ നമ്മൾ പല കോലത്തിലും പല ആളുകളും ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ തന്നെ ചിലപ്പോൾ വലിയകളുണ്ടാവുക. പക്ഷെ നമുക്ക് മനസ്സിലായില്ല ഇത് വലിയാണെന്നുള്ളത്. കാരണം എന്താ, അവർ സർട്ടിഫിക്കറ്റ് തരുന്നവരല്ല യഥാർത്ഥ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട തൃപ്പനിച്ചി ഉസ്താദൊക്കെ മഹാവലിയാണ്. ബഹുമാനപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി ഇബാദത്തിനും അതുപോലെ അമലുകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിലേക്കൊക്കെ മുൻതൂക്കം കൊടുത്ത് ജനങ്ങൾ മാറി ജീവിക്കുന്ന ഒരു മഹാവലിയായിരുന്നു ബഹുമാനപ്പെട്ട വലിയുല്ലാഹി തൃപ്പനിച്ചി ഉസ്താദ്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥ സൂഫി വീരന്മാരാണ്. നേരെ മറിച്ച് നമ്മളെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന, സാമ്പത്തികമായിട്ട് ജനങ്ങളിൽ നിന്നും പൈസ ഊറ്റിയെടുക്കാൻ നിൽക്കുന്ന ചില വ്യാജന്മാരുണ്ട്. അവരെ തൊട്ടിട്ടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്തായാലും ബഹുമാനപ്പെട്ട തൃപ്പനിച്ചി ഉസ്താദിൻ്റെ ഒരു കറാമത്ത് ഞാനിവിടെ പറയണം. ഉസ്താദുമായി വളരെ അടുപ്പ ബന്ധം പുലർത്തിയിരുന്ന ഒരു ഉസ്താദാണ് മുണ്ടംകുളം ഗഫൂർ ദാരിമി. അദ്ദേഹം മറ്റുള്ളവരെ പോലെ തന്നെ ഉസ്താദിൻ്റെ പ്രാർത്ഥനയും സാമീപ്യമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഉസ്താദിൻ്റെ അനുവാദ പ്രകാരം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മുണ്ടംകുളത്ത് മാസത്തിൽ ഒരു ദിവസം ജലാലിയ റാത്തീബ് നടത്താറുണ്ട്. പുരുഷന്മാരൊക്കെ ഈ റാത്തീബിൽ പങ്കെടുക്കാറുണ്ട്. റാത്തീബിൽ പങ്കെടുക്കാൻ വന്ന ഒരു സ്ത്രീയുടെ കാലിലെ പാദസരം കളവ് പോയി. പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീയായിരുന്നു അവർ. അങ്ങനെ വലിയുല്ലാഹി തൃപ്പനിച്ചി ഉസ്താദിൻ്റെ അടുക്കിലേക്ക് വന്ന് പരാതി പറഞ്ഞു. അത് എടുത്തയാൾ നിങ്ങളെ തേടി വരും. അങ്ങനെയിരിക്കെ ഈ പാദസരം എടുത്തയാൾ കോഴിക്കോടിനടുത്ത് ഒരു ജ്വല്ലറിയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് പാദസരം കണ്ടപ്പോൾ അത് നഖം വെട്ടിക്കൊണ്ട് മുറിച്ചെടുത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ജ്വല്ലറി ഉടമയ്ക്ക് സംശയം ഉദിക്കുകയും അദ്ദേഹം ഉടനെ പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോലീസ് എത്തി ഇയാളെ ചോദ്യം ചെയ്തു. അയാൾ ഈ നടന്ന സംഭവങ്ങളെക്കുറിച്ചിട്ടെല്ലാം വിശദീകരിച്ചു. അങ്ങനെ ആ ദിവസം രാത്രി അവർ മുണ്ടംകുളത്തേക്ക് വരികയും ആ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം വന്നാൽ കോടതിയിൽ ഈ ഒരു വസ്തു തിരികെ ലഭിക്കുമെന്ന് അവർ അറിയിച്ചു. വസ്തു കിട്ടിയ വിവരം ബഹുമാനപ്പെട്ട ഉസ്താദിനെ അറിയിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി അയാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടേ കിടത്തും. ഇത്തരം ചെറിയ കേസുകളെ ഒന്നും ഈ സെൻട്രൽ ജയിലിലേക്ക് ആരും കൊണ്ടുപോകാറില്ല. ഒരു മോഷ്ടാവിനെ കോഴിക്കോട് ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ സ്ഥലമില്ലാത്തതിനാൽ അയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. പിന്നീട് 6 മാസത്തിന് ശേഷമാണ് അയാളുടെ കേസ് വിചാരണയ്ക്ക് എത്തുന്നത്. അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ വാക്കിന് വല്ലാത്ത പവറാണ്. അവരൊരു കാര്യം തറപ്പിച്ച് പറഞ്ഞാൽ അത് അച്ചട്ടായിട്ട് നടക്കും. അള്ളാഹു മഹാന്മാരെ മനസ്സിലാക്കാനും ആ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. വ്യക്തമായി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.